എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വാട്ടുകപ്പ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. പച്ചക്കപ്പ ഉപയോഗിച്ചിട്ടും ഇതേ രീതിയിൽ തന്നെയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ 2 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒരെണ്ണം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. 2-3 വലിയ കഷ്ണം ഇഞ്ചി നല്ലവണ്ണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും എരിവിനനുസരിച്ച് പച്ചമുളകും എടുക്കാം. ഇവിടെ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവ് വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇവിടെ ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതും ചതച്ച് വെച്ചിരിക്കുന്നതുമായ എല്ലാ കൂട്ടുകളും ചേർത്ത് കൊടുക്കാം. കൂട്ടുകളെല്ലാം ചേർത്ത ഉടനെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ചേരുവകളൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ വഴന്ന് കിട്ടും. ചേരുവകളൊക്കെ വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട വാട്ടുകപ്പ വേവിച്ചെടുക്കാം. ഇത് 6 മണിക്കൂർ കുതിർത്ത ഉണക്കക്കപ്പയാണ്. ഇതിലും കൂടുതൽ സമയം കുതിർത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് കുക്കറിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് 3 പ്രാവശ്യം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഉണക്കക്കപ്പ വേവിച്ചെടുക്കുമ്പോൾ മിനിമം ഒരു 2 പ്രാവശ്യമെങ്കിലും തിളപ്പിക്കുന്നത് നല്ലതാണ്. ഉണക്കക്കപ്പയാണെങ്കിലും പച്ചക്കപ്പയാണെങ്കിലും മാക്സിമം വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. പണ്ടൊക്കെയുള്ളവർ സാധാരണ വലിയ ചെരുവത്തിൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടായിരുന്നു കപ്പയൊക്കെ വേവിച്ചെടുത്തിരുന്നത്. ഈ സമയമായപ്പോഴേക്കും സവോളയും ബാക്കി കൂട്ടുകളും നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതുപോലെ വഴറ്റുമ്പോൾ കളർ മാറേണ്ട ആവശ്യമില്ല. ഇവിടെ കുറച്ച് എരിവില്ലാത്ത മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് മീറ്റ് മസാലയോ ബീഫ് മസാലയോ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുപോലെ ബീഫ് ഉലർത്ത് മസാല മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. അടുത്തതായി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, 2 സ്പൂൺ ഗരം മസാല ഇത്രയും സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടി മൂക്കുന്നത് വരെ ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടി മൂത്ത് വരുമ്പോൾ ചെറുതായിട്ടൊരു മണം കിട്ടും. അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇവിടെ ഇപ്പോൾ 5-6 പേർക്ക് കഴിക്കേണ്ട കപ്പ ബിരിയാണിയുടെ മസാലയാണ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തതിൻ്റെ മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. എല്ലോട് കൂടിയ ഇറച്ചിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നെയ്യും എല്ലും ഒക്കെയുള്ള ഇറച്ചി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. സാധാരണയായിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോത്തിൻ്റെയോ പശുവിൻ്റെയോ ഒക്കെ ഇറച്ചിയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഇറച്ചി വഴറ്റിയെടുത്ത കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മസാല റെഡിയാക്കുമ്പോൾ എരിവ് കുറവാണെങ്കിൽ നമുക്ക് അവസാനം കുറച്ച് കുരുമുളക് ചേർത്ത് ഈ എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം. നന്നായിട്ട് കഴുകിയെടുത്ത ഇറച്ചി മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കപ്പ ബിരിയാണിക്ക് ഇറച്ചി മുറിക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇറച്ചി വേവിക്കുമ്പോൾ ആദ്യം കുറച്ച് സമയം തീ കുറച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം വേണം തീ കൂട്ടിയിട്ട് കൊടുക്കാൻ. ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഓരോ ഇറച്ചിയും വേവുന്നതിൻ്റെ സമയം വ്യത്യാസം കാണും. അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. ഒരു 2 വിസിൽ വന്നതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നമുക്കിത് തീ കുറച്ചിട്ട് കൊടുക്കാം. ഇറച്ചി വേകുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. കുറച്ച് തേങ്ങ ചിരകിയതും വറുത്തെടുക്കാം. ഞാനിവിടെ തേങ്ങ ചിരകിയത് നേരത്തെ തന്നെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി തേങ്ങ ചിരകിയത് വറക്കുന്നില്ല. ഇതുപോലെ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തതും തേങ്ങ ചിരകിയത് വറുത്തതും ചേർത്തിട്ടുണ്ടെങ്കിൽ കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ് വേറൊരു ലെവലായിരിക്കും. തേങ്ങ ചിരകിയത് ചെറിയ തീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഈ ഒരു കളറാകുന്നത് വരെ വേണം വറുത്തെടുക്കാൻ. തേങ്ങാക്കൊത്ത് കുറച്ച് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. കളറ് മാറാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യാം. ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പാനിൻ്റെ അടിഭാഗത്തുള്ള തേങ്ങാക്കൊത്ത് കൂടുതലായിട്ട് വറുത്തു പോകും. തേങ്ങാക്കൊത്ത് അടുപ്പത്ത് നിന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയമായപ്പോഴേക്ക് ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇറച്ചിക്കകത്ത് കുറച്ച് വെള്ളമുണ്ട്. അതൊന്ന് വറ്റിച്ചെടുക്കാം. മുഴുവനായിട്ട് വറ്റിച്ചെടുക്കുന്നില്ല. കപ്പ ബിരിയാണി നന്നായിട്ട് കുഴഞ്ഞിരിക്കണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് വെള്ളം വറ്റിച്ചെടുക്കാം.
ഈ സമയമാകുമ്പോഴേക്ക് കപ്പ ബിരിയാണിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ ചിരകിയത്, കറിവേപ്പില, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്താണ് അരച്ചെടുക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഈ സമയത്ത് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് അരയ്ക്കാം. അരപ്പിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേവിച്ചെടുത്ത കപ്പ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കപ്പ ഒരു 2-3 പ്രാവശ്യം ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ചില കപ്പ ഇത്രയും വേവിച്ചിട്ടുണ്ടെങ്കിൽ വെന്തു പോകും. അതിനനുസരിച്ച് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ. ഇനി ഈ കപ്പ അരപ്പ് വേകുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. ഇവിടെ ഇപ്പോൾ അരപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത് വെച്ചിരുന്ന തേങ്ങയും തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തേങ്ങ വറുത്തതും തേങ്ങാക്കൊത്തും ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇതുപോലെ ഒരു പ്രാവശ്യം ചേർത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് പിന്നീടും ചേർത്ത് കൊടുക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന കപ്പ ബിരിയാണിക്ക്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.